ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ ആയിരുന്നു യൂസിങ് ബൈനോമിയൽ തിയറം അല്ലേ. എന്തായിരുന്നു എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ? യെസ്, എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ ഇസ് ഇക്വൽ ടു എൻ സി 0 എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി എക്സെട്ര എൻ സി എൻ ബി റേസ് ടു എൻ അല്ലേ. ഇത് എൻ പ്ലസ് 1 ടേംസ് ഉണ്ടായിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. എയുടെ പവർ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ പവർ ഡിക്രീസ് ചെയ്ത് അവസാനം എ റേസ് 0 അത് ഫിനിഷ് ചെയ്യും. സിമിലർലി ബിയുടെ പവർ ബി റേസ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇൻക്രീസ് ചെയ്ത് ബി റേസ് ടു എന്നിൽ അത് ഫിനിഷ് ചെയ്യും. അതാണ് എയുടെയും ബിയുടെയും പ്രത്യേകത. എ പ്ലസ് ബിയുടെ പവറുകൾ തൂക്കൂട്ടിയാൽ എ പ്ലസ് എൻ ആയിരിക്കും. അതുപോലെ എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം പ്ലസ് ആയിരിക്കും, ദെൻ മൈനസ്, പ്ലസ്, അങ്ങനെ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ്. അവസാന പദം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അത് എൻ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ. ഈ എക്സ്പാൻഷനിൽ വരുന്ന എൻ സി 0 എൻ സി 1 എൻ സി 2 അതിന് സാധാരണ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പറയാറുള്ളത്. എൻ സി ആർ എന്ന് പറയുന്ന പേര് ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ഈ ബൈനോമിയൽ കോഎഫിഷ്യൻസും പാസ്കൽസ് ട്രയാങ്കിളിലെ നമ്പേഴ്സും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ അവസാനം അതിൽ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞത്. ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പാസ്കൽസ് ട്രയാങ്കിളിലെ ഈ ഒരു ലൈനിലെ എൻട്രീസ് ആണ് എടുക്കുക. അതായത് ഇത് 2C0 ആണ്, 2C1 2C2. ഓക്കെ, എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളിലെ ഈ ലൈനിലെ എൻട്രീസ് എടുക്കും. ഇത് 3C0 3C1 3C2 3C3. ഓക്കെ, എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു 4 ചെയ്യുമ്പോൾ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ എൻട്രീസ് 4C0 4C1 4C2 4C3 4C4 അങ്ങനെ ഓരോ എലമെൻസിലെയും നമുക്ക് ബൈനോമിയൽ കോഎഫിഷ്യൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ഇത് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു 4 എഴുതുമ്പോൾ നമ്മൾ ഇതാണ് 4C0, ഇതാണ് 4C1 4C2 4C3. ഈ എലമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത് 5C0 5C1 5C2 5C3 5C4 5C5 അങ്ങനെ നമുക്ക് ഈ ബൈനോമിയൽ കോഎഫിഷ്യൻസും പാസ്കൽസ് ട്രയാങ്കിളിലെ എലമെൻറ്റ്സും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നുമായി ബന്ധപ്പെട്ട ബൈനോമിയൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പാൻഡ് ദി ഫോളോയിങ് യൂസിങ് ബൈനോമിയൽ തിയറം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എന്നിലാണ് ഇത് ചെയ്യേണ്ടത്. നന്നായി ശ്രദ്ധിച്ച് എല്ലാവരും എഴുതിയെടുക്കണം. ചോദ്യം എഴുതിക്കോളൂ. എക്സ്പാൻഡ് ദി ഫോളോയിങ് എന്നാണ് ചോദ്യം. ഞാൻ ആൻസർ എഴുതുകയാണ്. 2x + 3y ദി ഹോൾ റേസ് ടു 4 ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങണം? 4C0ലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. 4C0 ഫസ്റ്റത്തെ മെമ്പർ 2x ആണ് അല്ലേ. എയുടെ സ്ഥാനത്ത് 2x ആണ്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2x റേസ് ടു 4 കഴിഞ്ഞു. പ്ലസ് നെക്സ്റ്റ് 4C1 ഫസ്റ്റത്തെ മെമ്പർ 2xൻ്റെ പവർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, 3 ആയിട്ടുണ്ടാവും. അന്നേരം സെക്കൻഡ് മെമ്പർ 3y ഒരു പ്രാവശ്യം വന്നു. ഇത് ഫസ്റ്റ് മെമ്പറാണ്. എ പ്ലസ് ബിയിലെ എ ഇതാണ് ബി. ഓക്കെ, ബി ഒരു പ്രാവശ്യം വന്നു. നെക്സ്റ്റ് 4C2 വീണ്ടും 2x ഒരു പവറും കൂടെ ഡിക്രീസ് ചെയ്തു അല്ലേ. ഒരു പവർ ഡിക്രീസ് ചെയ്തു. അന്നേരം ബിയുടെ ഒരു പവറും കൂടെ ഇൻക്രീസ് ചെയ്തു. ഇവിടെ 3y ആയിരുന്നു, ഇവിടെ 3y² ആയി. ഓക്കെ, നെക്സ്റ്റ് 4C3 2x ഒരു പവറും കൂടെ ഡിക്രീസ് ചെയ്തു, 1 ആയി. 3y ഒരു പവർ ഇൻക്രീസ് ചെയ്തു, 3y³ ആയി. ലാസ്റ്റ് 4C4 ഇത് ഫിനിഷ് ആവും അല്ലേ. 4C4 2x ഉണ്ടാവില്ല, 3y ഫുൾ പവർ ആവുന്ന 4 പവറിൽ നിൽക്കും. ഇനി നമുക്കറിയാം 4C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പാസ്കൽസ് ട്രയാങ്കിൾ ഇത് 1 ആണ്, ഇതും 1 ആണ്. 4C0 തന്നെ ആയിരിക്കും 4C4. അപ്പോൾ ഇത് 1 ആണ്, എഴുതുന്നില്ല. ഇവിടെ 2⁴ x⁴ അല്ലേ. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16x⁴ എന്ന് വരും. നെക്സ്റ്റ് 4C1 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് ഓർത്ത് വെക്കുക. 2³ ഇവിടെ 8 ഉണ്ടായിരിക്കും അല്ലേ. 8x³ എന്നുണ്ടാകും. പിന്നെ എക്സ്ട്രാ ആയിട്ട് 3yയും കൂടെ ഇവിടെ ഉണ്ടാവും അല്ലേ, ഇൻറ്റു 3y. 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു ഇവിടെ 4x², 2ൻ്റെ സ്ക്വയർ 4, 4x² ഇൻറ്റു ഇവിടെ 9y² ശരിയല്ലേ, 9y² പ്ലസ് 4C3 എന്ന് പറഞ്ഞാൽ 4C1 തന്നെയാണ് അല്ലേ. 4C1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2x ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ 27 അല്ലേ. 3³ എന്ന് പറഞ്ഞാൽ 27 അല്ലേ. 27y³ ഉണ്ടായിരിക്കും. ലാസ്റ്റ് 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്.
3 raised to 4 എന്ന് പറഞ്ഞാൽ 81 y raised to 4 ആയിരിക്കും. 81 y raised to 4. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? പറയൂ നിങ്ങൾ ഫൈനൽ ആൻസർ. യെസ്, 16 x raised to 4. 16 x raised to 4. നെക്സ്റ്റ് 4 into 8 into 3. ഇപ്പോൾ 96 ഉണ്ടായിരിക്കും. 96 x cube y പ്ലസ് നെക്സ്റ്റ് 6 into 4 into 9 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. 216 x square y square. നെക്സ്റ്റ് 4 into നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 2 8, 8 into 27 324. നമ്പേഴ്സ് അല്ലാത്ത വേരിയബിൾസ് എക്സ് വൈ ക്യൂബ് പ്ലസ് ലാസ്റ്റ് 81 y raised to 4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഒന്നും ചെയ്യാൻ പാടില്ല. a plus b whole raised to 4 5 പദങ്ങളുണ്ടായിരിക്കും. 1 2 3 4 5. ഓക്കെ, ശ്രദ്ധാപൂർവം ചെയ്യുക. ഇതിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് അറിയണം. 1 4 6 4 1 ആയിരിക്കും. 1 4 6 4 1 ആയിരിക്കും. അതിവിടെ വന്നിട്ടുണ്ട് 1 4 6 4 1. ഓക്കെ, പിന്നീട് ഇതിൻ്റെ എല്ലാം എക്സ്പാൻഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. x plus 2 the whole raised to 6 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? x plus 2 the whole raised to 6. എവിടുന്നാണ് തുടങ്ങേണ്ടത്? 6c0. ആദ്യം x raised to 6, കറക്റ്റ് അല്ലേ? x raised to 6 പ്ലസ് 6c1. എക്സിൻ്റെ പവർ 1 ഡിക്രീസ് ചെയ്തു, അന്നേരം ഒരു 2 വന്നിട്ടുണ്ടാവും. ഇൻറ്റു 2. ഓക്കെ, പ്ലസ് 6c2 വന്നു. എക്സിൻ്റെ പവർ 1 ഡിക്രീസ് ചെയ്തു, അന്നേരം 2 സ്ക്വയർ ആയി. റെഡി? പ്ലസ് എക്സ് റേസ് ടു 6. ഇവിടെ എക്സ് റേസ് ടു 5 അല്ലേ വരിക? ഇവിടെ എക്സ് റേസ് ടു 4. എക്സിൻ്റെ പവർ 1 കുറയണ്ട. ഇവിടെ എക്സ് റേസ് ടു 5 2. ഇവിടെ എക്സ് റേസ് ടു 4 ആണ് വരിക അല്ലേ? ഒരു പവർ കുറയണ്ടേ? എക്സ് റേസ് ടു 4 2 സ്ക്വയർ പ്ലസ് അടുത്തത് 6c3. വീണ്ടും എക്സിൻ്റെ പവർ 1 കുറഞ്ഞു, എക്സ് ക്യൂബ്. 2ൻ്റെ പവർ 1 കൂടി, 2 ക്യൂബ്. എപ്പോഴും 6 അവിടെ, സം ഓഫ് ദി പവേഴ്സ് 6 ആയിരിക്കും. ഓക്കെ, 6c4. എക്സിൻ്റെ പവർ 1 കൂടെ കുറഞ്ഞു, 2ൻ്റെ പവർ 1 കൂടെ കൂടി അല്ലേ? 2 raised to 4 ആയി. നെക്സ്റ്റ് 6c5. എക്സിൻ്റെ പവർ വീണ്ടും കുറഞ്ഞു, 2 raised to 5 ആയി. ലാസ്റ്റ് 6c6. എക്സിൻ്റെ പവർ ഒന്നും വരാനില്ല, 2 raised to 6. കണ്ടല്ലോ, ഫസ്റ്റത്തെ ആളുടെ പവർ ഓരോന്ന് ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത്തെ മെമ്പറുടെ പവർ 2 raised to 0, 2 raised to 1, 2 സ്ക്വയർ അങ്ങനെ പോകുന്നു. അതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബൈനോമിയൽ കോഎഫിഷ്യൻസ് നിങ്ങൾക്കറിയാം. 6 0 തുടങ്ങി 6c6 ഫിനിഷ് ചെയ്തു. ഇനി നമുക്കറിയാം 6c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് റേസ് ടു 6 തന്നെ വരും അല്ലേ? ഫസ്റ്റത്തെ എലമെൻറ്റ് ഓൾവേസ് 1 തന്നെ ആയിരിക്കും. അപ്പോൾ എക്സ് റേസ് ടു 6 ആയിരിക്കും. 6c1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ എക്സ് റേസ് ടു 5 into 2 അല്ലേ? 2 ഞാൻ അടുത്തെഴുതി, പിന്നെ എക്സ് റേസ് ടു നമ്പേഴ്സ് എല്ലാം അടുത്തെടുത്ത് എഴുതണം. ഓക്കെ, 6c2 എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ അറിയാം. 6c2 15, പിന്നെ 2ൻ്റെ സ്ക്വയർ 4, എക്സ് റേസ് ടു 4 എഴുതി, പ്ലസ് 6c3 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. 20 എക്സ് ക്യൂബ്. അതിന് മുമ്പ് 8 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. നമ്പേഴ്സ് അടുത്തടുത്ത് എഴുതുന്നു, വേരിയബിൾസ് പിന്നീട് മാറ്റി എഴുതുന്നു. ഓക്കെ, 6c4 എന്ന് പറഞ്ഞാൽ വീണ്ടും 15 തന്നെ ആയിരിക്കും. 15 ഇവിടെ നമ്പേഴ്സായിട്ട് വരുന്നത് 2 raised to 4 എക്സ് സ്ക്വയർ. പിന്നീട് 6c5 എന്ന് പറഞ്ഞാൽ 6c1 തന്നെ ആയിരിക്കും. 6 നമ്പറായിട്ട് വരുന്നത് 2 raised to 5 അല്ലേ? 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ് നമുക്കറിയാം. എക്സ് എന്ന് എഴുതുന്നു. ലാസ്റ്റ് 6c6 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 raised to 6 എന്ന് പറഞ്ഞാൽ 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 അല്ലേ? 2 raised to 6 is equal to 64 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊന്നും കൂടി ഫിനിഷ് ചെയ്തിട്ട് ആൻസർ എഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? യെസ്, എക്സ് റേസ് ടു 6 is എക്സ് റേസ് ടു 6 പ്ലസ് ഇവിടെ 6 into 2 12 എക്സ് റേസ് ടു 5 എന്ന ആൻസർ ഉണ്ടായിരിക്കും. പിന്നീട് പ്ലസ് 15 into 4 60 എക്സ് റേസ് ടു 4 പ്ലസ് 20 into 8 160 എക്സ് ക്യൂബ് പ്ലസ് again
2⁴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 അല്ലേ, 15 × 16 അവിടെ വരിക. 15 × 16 എത്ര ഉണ്ടായിരിക്കും? 240 അല്ലേ വരിക. 240x² നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ ഈ മൾട്ടിപ്ലൈ നോക്കി കേട്ടോ. 240x² പ്ലസ് പിന്നീട് ഇവിടെ 32 × 6 വരിക. 32 × 6 എന്ന് പറഞ്ഞാൽ 192x പ്ലസ് 64. ഇങ്ങനെ 7 പദങ്ങളുണ്ടായിരിക്കും. ഇവിടെ x+2⁴ ആയതുകൊണ്ട് 1 2 3 4 5 6 7 പദങ്ങൾ ഇതിൻ്റെ ആൻസറിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ക്ലിയർ ആണല്ലോ? 6c 0യിൽ നിന്ന് തുടങ്ങി 6c 6ൽ അവസാനിക്കും. ഫസ്റ്റത്തെ മെമ്പർ എക്സിൻ്റെ പവർ ഫുൾ പവറിൽ നിന്ന് തുടങ്ങി ഓരോന്ന് ഡിക്രീസ് ചെയ്ത് പോയി 2ൻ്റെ പവർ ഓരോന്ന് ഇൻക്രീസ് ചെയ്ത് വന്നു. ശ്രദ്ധിച്ചെഴുതിയാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ 3 x² പ്ലസ് 3/x⁴ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ 5 പദങ്ങളുണ്ടായിരിക്കും അല്ലേ, നോക്കാം. ശ്രദ്ധിച്ചൊന്ന് എഴുതി നോക്കൂ നിങ്ങൾ. നമുക്ക് ഒരുമിച്ച് എഴുതാം ആൻസർ. x² പ്ലസ് 3/x⁴ എന്നാണ് അല്ലേ. ആദ്യം എന്താ എഴുതേണ്ടത്? 4c0. ഫസ്റ്റത്തെ ആളാരാ? x². ഫസ്റ്റത്തെ ആളുടെ പവർ 4 എഴുതണം. അപ്പം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റത്തെ മെമ്പർ x² ആണ്, അതിൻ്റെ പവർ 4 എഴുതി. പ്ലസ് അടുത്തത് 4c1 ആണ് അല്ലേ. ഫസ്റ്റത്തെ മെമ്പർ ആരാ? x². അതിൻ്റെ പവർ 1 കുറഞ്ഞു. അന്നേരം രണ്ടാമത്തെ ആൾ വന്നു അല്ലേ. 3/x ആണ് രണ്ടാമത്തെ ആൾ. പിന്നീട് പ്ലസ് 4c2 വന്നു. ഫസ്റ്റ് മെമ്പർ x² പവർ 1 കൂടെ കുറഞ്ഞു. 4 3 2. രണ്ടാമത്തെ ആൾ 3/x ആണ്, അതിൻ്റെ പവർ 1 കൂടി, ഇവിടെ സ്ക്വയറായി. പ്ലസ് 4c3 വീണ്ടും x² പവർ 1 കൂടെ കുറഞ്ഞു, 1 ആയിട്ടുണ്ട്. 3/xൻ്റെ പവർ 1 കൂടെ കൂടി, 3 ആയിട്ട് മാറി. ലാസ്റ്റ് 4c4 x² ഡിസപ്പിയർ ചെയ്ത് പോയി അല്ലേ. x² പവർ ഇവിടെ 1 ആണ്, അടുത്ത 0 ആണ്. രണ്ടാമത്തെ ആൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ലാസ്റ്റ് പദത്തിൽ 3/x⁴ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ ഇതിൻ്റെ ആൻസർ. 4c0 എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. ഇത് x⁴ x⁸ എന്ന് വരും. x⁸ പ്ലസ് ഇവിടെ 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 എന്ന് എഴുതി. ഇവിടെ x⁶ നിങ്ങൾക്ക് കാണാം. x⁶ 3/x അല്ലേ, 3/x പ്ലസ് 4c2 എന്ന് പറഞ്ഞാൽ 6 ആണ്. x⁴ നിങ്ങൾക്ക് ഇവിടെ കാണാം. x⁴ ഇവിടെ 9 കാണാം. 9/x² എന്ന് കാണാം അല്ലേ. ഇത് 3യുടെ സ്ക്വയർ 9, x-ൻ്റെ സ്ക്വയർ x². വീണ്ടും 4c3 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. x² ഉണ്ട്. പിന്നീട് ഇവിടെ 27 കാണാം. 27/x³ പ്ലസ് ലാസ്റ്റ് 4c4 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 3/4 81/x⁴. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഒന്നും കൂടി നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ x⁸ പ്ലസ് ഇവിടെ 3ഉം 4 മൾട്ടിപ്ലൈ ചെയ്താൽ 12 അല്ലേ. 12 × x⁵ ഉണ്ടായിരിക്കും. x⁵ 12x⁵ പ്ലസ് ഇവിടെ 9 × 6 54. x² x4 ക്യാൻസൽ ചെയ്താൽ x² എന്നുണ്ടായിരിക്കും. പ്ലസ് 4 × 27 എത്രയാണ്? 108 അല്ലേ. 108. ഇവിടെ താഴെ ഒരു x ഉണ്ടായിരിക്കും. ക്യാൻസൽ ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ ഒരു x അല്ലേ. x² x³ ക്യാൻസൽ ചെയ്താൽ ലാസ്റ്റ് ടേം 81/x⁴. ഇതാണ് ഇതിൻ്റെ ആൻസർ. എത്ര പദങ്ങളുണ്ടായിരിക്കും ഇതിൻ്റെ എക്സ്പാൻഷനിൽ? 5 ടേംസ് ഉണ്ടായിരിക്കും. ഇവിടെ whole⁴ ആയതുകൊണ്ട് 1 2 3 4 5 ടേംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ആൻസർ എഴുതുക. ഈ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. x⁴ x² ക്യാൻസൽ ചെയ്തു, x² x³ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒന്നും ചെയ്യാനില്ല. സോ ദിസ് ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4 x/3 പ്ലസ് 1/x⁵ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിക്കോളൂ ആൻസർ. x/3 പ്ലസ് 1/x⁵ ഈക്വൽ ടു എങ്ങനെ തുടങ്ങും? 5c0. ഫസ്റ്റത്തെ മെമ്പർ x/3 ഫുൾ പവർ ആയിരിക്കും 5 അല്ലേ. അന്നേരം b ഉണ്ടായില്ല. 5c1 ഫസ്റ്റത്തെ മെമ്പർ x/3 1 പവർ കുറഞ്ഞു. അന്നേരം രണ്ടാമത്തെ ആൾ വന്നു, 1/x കടന്നു വന്നു. ഓക്കെ. പ്ലസ് വീണ്ടും 5c2
ഫസ്റ്റ് മെമ്പർ x/3 പവർ ഒന്നും കൂടെ കുറഞ്ഞു 1/x² ആയി. വീണ്ടും 5c3 x/3 ഉള്ളത് 2 ആയി, ഒന്നും കൂടെ കുറഞ്ഞു 1/xൻ്റെ പവർ കൂടി വരണം അല്ലേ, 3 ആയി. നെക്സ്റ്റ് 5c4 x/3യുടെ പവർ വീണ്ടും കുറഞ്ഞു, 1/xൻ്റെ പവർ ഒന്നും കൂടെ കൂടി 4 ആയി. ലാസ്റ്റ് 5c5 ഫസ്റ്റത്തെ ആൾ ഡിസപ്പിയർ ചെയ്ത് പോയി, രണ്ടാമത്തെ ആൾ ഫുൾ പവറിൽ വന്നു, രണ്ടാമത്തെ മെമ്പർ. ഓക്കെ, ഇത് നമ്മളൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 5c0, ഇതിൽ a+b^5 1 ആണ് ആദ്യം വരും 1. ഇവിടെ എക്സിൻ്റെ പവർ 5 x⁵5 ഡിവൈഡഡ് ബൈ 3⁵5. എന്താണ് 3⁵5? എല്ലാവർക്കും അറിയാലോ, 3⁵5 243 ആണ്. 243 പ്ലസ് 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു x⁴, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിനോമിനേറ്ററിൽ 3⁴ ഉണ്ട്. 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ്. താഴെ ഒരു എക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്ലസ് 5c2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ന്യൂമറേറ്ററിൽ x³ നിങ്ങൾക്ക് കാണാം. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 27ഉം കാണാം, x² കാണാം അല്ലേ. 27 ഉണ്ട്, x² നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീണ്ടും പ്ലസ് ഇട്ടു. 5c3 എന്ന് പറഞ്ഞാൽ വീണ്ടും 10 ആണ്. 10 x² ഇവിടെ നിങ്ങൾക്ക് കാണാം, x². ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 3² 9 ഉണ്ട്, x³ ഉണ്ട്, 9 ഉണ്ട്, x³ ഉണ്ട് ഡിനോമിനേറ്ററിൽ. പ്ലസ് 5c4 എന്ന് പറഞ്ഞാൽ വീണ്ടും 5 ആണ്. 5 ഇൻറ്റു ന്യൂമറേറ്ററിൽ എക്സ് മാത്രമാണുള്ളത്. ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 3 കാണാം നിങ്ങൾക്ക്, അതേസമയം x⁴ കാണാൻ പറ്റും. ഇതാ x⁴, ഇവിടെ 3 കാണാം. 5c5 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1/x⁵5 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫൈനൽ ആൻസർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് എഴുതാണ് x⁵5 ഡിവൈഡ് ബൈ x⁵5 ഡിവൈഡഡ് ബൈ 243 പ്ലസ് 5/81. ഒന്നും ചെയ്യേണ്ട, 5/81. ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ചെയ്താൽ x³ പ്ലസ് ഇവിടെ 10/27. അഗെയിൻ 10/27 ഈസ് 10/27 ഇറ്റ്സെൽഫ്. ഇവിടെ ഒരു എക്സും x² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 10/27 മേലൊരു എക്സ് ഉണ്ടായിരിക്കും അല്ലേ, എക്സ്. പ്ലസ് വീണ്ടും 10/9 എക്സ്. ഇവിടെ 5c1 5c2 5c3 എന്നാൽ 10 തന്നെയാണ് അല്ലേ. അപ്പോൾ 10/9 10/9 ഇവിടെ ഒരു എക്സ് ഉണ്ടായിരിക്കും, താഴെ എക്സ് ഉണ്ടായിരിക്കും അല്ലേ, ഇത് ക്യാൻസൽ ചെയ്താൽ. വീണ്ടും പ്ലസ് 5/3 താഴെ x³ ഉണ്ടായിരിക്കും, ശരിയല്ലേ, x³ ലാസ്റ്റ് പ്ലസ് 1/x⁵5 1/x⁵5. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 1 - 2x⁵5 ആണ് നമ്മൾ ചെയ്യുന്നത്. -b⁵5ൻ്റെ എക്സ്പാൻഷനാണ്. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും നമുക്ക് എഴുതി നോക്കാം. 1 - 2x⁵5 ആണ്. ഓക്കെ, നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? യെസ്, 5c0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 5c0 1/5 എന്ന് എഴുതും അല്ലേ. 1/5 ആകുമ്പോൾ നമ്മൾ എഴുതണമെന്നില്ല 1/5. ക്ലിയർ. വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതാം 1/5. പിന്നെ മൈനസാണ് വരിക. -b ആകുമ്പോൾ മൈനസിൽ വന്നു. 5c1 1/4 വന്നു. അപ്പോൾ സെക്കൻഡ് മെമ്പർ ആരാ? 2x എന്ന് എഴുതിയാൽ മതി. നെഗറ്റീവ് എഴുതണ്ട, നെഗറ്റീവ് ഓൾറെഡി ഇവിടെ എഴുതി. പിന്നെ പ്ലസ് ആണ് 5c2. വീണ്ടും 1ൻ്റെ പവർ ഒന്നും കൂടെ കുറഞ്ഞു, 1³ എഴുതേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ കേട്ടോ. 2xൻ്റെ പവർ സ്ക്വയറായി. പിന്നെ മൈനസാണ്, വീണ്ടും മൈനസ് മറക്കരുത്. 5c3 1ൻ്റെ പവർ വീണ്ടും കുറഞ്ഞു, 2xൻ്റെ പവർ ഒന്നും കൂടെ കൂടി 3 ആയി. നെക്സ്റ്റ് വീണ്ടും പ്ലസ് ആണ് അല്ലേ, പ്ലസ് 5c4 1ൻ്റെ പവർ വീണ്ടും കുറഞ്ഞു, 2xൻ്റെ പവർ ഒന്നും കൂടെ കൂടി 2x⁴ ആയി. ഫൈനലി മൈനസാണ് വരിക. 5c5 2x⁵5 എന്ന് കിട്ടും.
ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ. ഇനി ഒന്നും കൂടെ വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ 5C0 1 ആണ്, 1 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ മൊത്തത്തിൽ 1 തന്നെ കിട്ടും അല്ലേ. 1 ആണ് ഫസ്റ്റ് മെമ്പർ. നെക്സ്റ്റ് 5C1 എന്ന് പറഞ്ഞാൽ 5 ആണ് നമുക്കറിയാം. 5 × 2 10 ആയി. അപ്പോൾ 10x എന്നായി, 10x. നെക്സ്റ്റ് 5C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5C2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. യെസ്, 5C2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 4x² എന്ന് വരും. 4x². അതായത് 2² 4, x-ൻ്റെ സ്ക്വയർ x². നെക്സ്റ്റ് വീണ്ടും മൈനസ് 5C3 എന്ന് പറഞ്ഞാൽ വീണ്ടും 10 ആണ്. 10 × 1² എഴുതേണ്ട 8x³ എന്ന് വരും. ഓക്കെ, 8x³. ഇതാ 2ൻ്റെ ക്യൂബ് 8, x-ൻ്റെ ക്യൂബ് 8. നെക്സ്റ്റ് പ്ലസ് 5C4 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5 × 2⁴ എന്ന് പറഞ്ഞാൽ 16, 16x⁴. ഇതാ 2⁴ x⁴. ഓക്കെ, ലാസ്റ്റ് 5C1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2⁵ എന്ന് പറഞ്ഞാൽ 32x⁵. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഒന്നും കൂടി വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ 1 - 10x + 40x² - 80x³ പ്ലസ് 5 60 50 50 30 80 അല്ലേ, 80x⁴ - 32x⁵. കറക്റ്റ് അല്ലേ? A + B ഇത് ഓൾട്ടർനേറ്റ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ പോകും കേട്ടോ. അവസാനത്തെ ചിഹ്നം മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇത് 5 ആയതുകൊണ്ട് മൈനസിൽ ഫിനിഷായി, 6 ആണെങ്കിൽ പ്ലസ്സിലായിരിക്കും ഫിനിഷ് ആവുക. ആകെ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും? 1 2 3 4 5 6 ടേംസ് ഉണ്ടായിരിക്കും. A + B⁵5ൽ 6 ടേംസ് ഉണ്ടായിരിക്കും. A - B⁵5ലും 6 പദങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇതാ 2/x - x/2⁵5 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങുന്നു. 2/x മൈനസ് ആണ് x/2⁵5 ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ തുടങ്ങാം? 5C0 ആദ്യത്തെ ആള് 2/x⁵5 മൈനസ് ആണ് എഴുതേണ്ടത്. 5C1 2/x⁴. അന്നേരം ഒരു x/2 കടന്നു വരും. പിന്നീട് പ്ലസ് ആണ്, പ്ലസ് 5C2 2/x⁵3 ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ മെമ്പർ x/2ൻ്റെ പവർ ഒന്ന് ഇൻക്രീസ് ചെയ്യും, x/2² ആയിട്ടുണ്ടാവും. പിന്നെ മൈനസ് 5C3 അഗെയിൻ 2/x ഒന്ന് ഡിക്രീസ് ചെയ്തു. അന്നേരം ഒരു x/2 രണ്ടാമത്തെ മെമ്പർ ഒരു പവർ ഇൻക്രീസ് ചെയ്തു. വീണ്ടും പ്ലസ് 5C4 2/xൻ്റെ പവർ വീണ്ടും ഒന്നും കൂടെ കുറഞ്ഞു. x/2ൻ്റെ പവർ ഒന്ന് ഇൻക്രീസ് ചെയ്തു, 4 ആയി. ലാസ്റ്റ് വീണ്ടും മൈനസ് അവർ അല്ലേ, മൈനസ് പ്ലസ് മൈനസ് 5C5 2/x ഇല്ല, x/2⁵5 ഇത് ഫിനിഷായി കണ്ടോ. 5C0 തുടങ്ങി 5C5 മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, സെൻറ്ററിൽ മൈനസ് ആയതുകൊണ്ടാണ്. സോ ദ ആൻസർ ഈസ്, ഒന്ന് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? 5C0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2⁵5 32 ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 32 / x⁵5 മൈനസ് 5C1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5 × 2⁴ 16 ഡിവൈഡഡ് ബൈ ഇവിടെ x⁴ ഉണ്ട് അല്ലേ. x⁴ താഴെ ഇവിടെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, മറക്കരുത്, എല്ലാം എഴുതണം, x എഴുതാൻ മറക്കരുത്. പ്ലസ് 5C2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 2⁵3 ഉണ്ട്, ഇവിടെ നമ്പറായിട്ട് 2⁵3 8 ആണ്. ഇവിടെ x² ഉണ്ട്, താഴേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? x³ ഉണ്ട്, യെസ് x³ ഉണ്ട്, 2² ഉണ്ട്, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. വീണ്ടും 5C3 എന്ന് പറഞ്ഞാൽ വീണ്ടും 10 തന്നെയാണ്. 10 ഇവിടെ നമ്പറായിട്ടുള്ളത് 4 ഉണ്ട്, x³ ഉണ്ട്, എക്സിൻ്റെ പവർ അല്ലേ. ഇവിടെ എക്സിൻ്റെ പവർ താഴേക്ക് വരുമ്പോൾ x² ഉണ്ട്, അതുപോലെ 2ൻ്റെ ക്യൂബ് ഉണ്ട് അല്ലേ, 8 ഉണ്ട്. വീണ്ടും പ്ലസ് 5C4 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5 × 2x⁴
ഡിവൈഡഡ് ബൈ ഇവിടെ എക്സും ഒരു 2⁴ എക്സ് ഉണ്ട്, അതുപോലെ 16 ഉണ്ട്. അവസാനം മൈനസ് x⁵5 ഡിവൈഡഡ് ബൈ 2⁵5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ഒന്നും കൂടി നമ്മൾ വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ ആൻസർ എങ്ങനെ ഉണ്ടായിരിക്കും? 32 ഇവിടെ 32 ഡിവൈഡഡ് ബൈ x⁵5 ഫസ്റ്റ് അല്ലേ, മൈനസ് ഇവിടെ 5 16 5 8 40 അല്ലേ, 40 ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 40 ഡിവൈഡ് ബൈ x³ എന്നുണ്ടാവും. അടുത്തത് പ്ലസ് ആണ്, പ്ലസ് ഇവിടെ 80/4 20 നമ്പറായിട്ട് 20 എഴുതി. x² x³ ക്യാൻസൽ ചെയ്താൽ താഴെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു എക്സ് വരുന്നുണ്ടാവും, പിന്നെ മൈനസ് ആണ്. നെക്സ്റ്റ് ഇവിടെ 40/8 5 വരും, മൈനസ് നമ്പറായിട്ട് 5 ഉണ്ടായിരിക്കും. x² ഇതും ക്യാൻസൽ ചെയ്താൽ 5x ലാസ്റ്റ് ബട്ട് 1 പ്ലസ് ഇവിടെ 5 2 10 10/16 അല്ലേ, അപ്പോൾ 5/8 5/8 എക്സ് ക്യാൻസൽ ചെയ്താൽ x³ ഉണ്ടാവും ന്യൂമറേറ്ററിൽ. ലാസ്റ്റ് മൈനസ് ആണ്, ഇവിടെ 1/32 x⁵5 ആണ് അല്ലേ, x⁵5 ഡിവൈഡഡ് ബൈ 32. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ദർ ആർ 6 ടേംസ് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് പ്ലസ്. ആദ്യത്തെ പ്ലസ് ആണ്, പ്ലസ് മൈനസ് അങ്ങനെ വരും. സെൻറ്ററിൽ മൈനസ് ആണെങ്കിൽ a-b⁵5 എന്നിൻ്റെ എക്സ്പാൻഷനിൽ പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ആയിരിക്കും. സെൻറ്ററിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഫുൾ പ്ലസ് ആയിരിക്കും ടേംസ്. വളരെ ശ്രദ്ധിച്ച് കണ്ട് നിങ്ങൾക്ക് ബൈനോമിയൽ തിയറത്തിൽ ഏത് എക്സ്പാൻഷനും ചെയ്യാവുന്നതാണ്. 2 ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായി ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 7 2x - 3 അല്ലേ, ദർ ആർ 7 ടേംസ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 8 x + 1/x6. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഈ ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ 2ാമത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന്, ക്ലാസ് കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.